പാലക്കാട് അഴുക്കുചാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ജൈനിമേട് സ്വദേശി സുരേഷാണ് മരിച്ചത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അഴുക്കുചാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഇന്ന് രാവിലെയാണ് പ്രദേശത്തുള്ള ആളുകൾ അഴുക്കുചാലിൽ ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അഴുകിയത്. 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹം പാലക്കാട് ജൈനിമേട് സ്വദേശി സുരേഷാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. സാധാരണഗതിയിൽ ദിവസേന വീട്ടിൽ വന്നു പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പാലക്കാട് നഗരത്തിൽ പലയിടങ്ങളിലുമാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കാണാത്തതൊന്നും തന്നെ ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പ്രദേശവാസികൾ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ബന്ധുക്കളെ അറിയിക്കുന്നത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ മരിച്ചത് ജൈനിമേട് സ്വദേശി സുരേഷാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ അഴുക്കുചാലിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. പ്രസാദാണ് വിശദാംശങ്ങളുമായി തുടരുന്നത്. പ്രസാദ്, ഇത്തരത്തിൽ ഇയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? അത് സംബന്ധിച്ചെല്ലാം വ്യക്തത വരുന്നതേ ഉള്ളൂ. പോലീസ് നൽകിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. പോലീസ് പറയുന്നത് സാധാരണ അദ്ദേഹം അങ്ങനെ വീട്ടുകാരുമായി അത്ര ദിവസേനയുള്ള വീട്ടിൽ പോയി വരുന്ന സ്വഭാവക്കാരനല്ല. നഗരത്തിലെ പലയിടങ്ങളിലും താമസിച്ച് അവിടെ തന്നെയാണ് കഴിയാറുള്ളത്. അതുകൊണ്ടുകൂടിയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് ഇദ്ദേഹത്തെ കാണാതായ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് വരാതിരുന്നത്. ഇന്ന് രാവിലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അഴുക്കുചാലിൽ അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് മരിച്ച നിലയിൽ സുരേഷിനെ കാണുന്നത്. 2 ദിവസത്തിലേറെ പഴക്കം മൃതദേഹത്തിനുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നതിൽ വ്യക്തത വരൂ. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.